ഹായ്, നിങ്ങൾക്ക് ഈ വ്യക്തി മനസ്സിലായോ? ഇദ്ദേഹത്തിൻ്റെ പേരാണ് കേണൽ സാൻഡേഴ്സ്. മേ ബി നിങ്ങൾ ചിലർക്ക് അറിയുന്നുണ്ടാവും. ഇദ്ദേഹം 1890 US ജനിച്ചത്. അദ്ദേഹത്തിന് 6 വയസ്സുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. അങ്ങനെ അയാളുടെ പിതാവിൻ്റെ മരണശേഷം അയാളുടെ ഫാമിലി വളരെയധികം ദാരിദ്ര്യത്തിലായി. അങ്ങനെ പട്ടിണി ദാരിദ്ര്യമൊക്കെ ആയത് കാരണം അയാൾ 13-ാം വയസ്സിൽ അയാൾ ജോലിക്ക് പോകൽ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത വർക്കായിരുന്നു റെയിൽ റോഡ് വർക്കറായിട്ടായിരുന്നു അയാളുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാൾക്ക് അതിൽ നിന്ന് സക്സസ് ആകാൻ പറ്റില്ല. അതൊരു ഫെയിലിയർ ആയിരുന്നു. അതിനുശേഷം അയാൾ ഇൻഷുറൻസ് സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തു. അതും കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് മാറി. അതിനുശേഷം സ്റ്റീം ബോട്ട് ഓപ്പറേറ്ററായി കണ്ട് അയാൾ വർക്ക് ചെയ്തു. അതും ഓൾമോസ്റ്റ് ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ 45-ാം വയസ്സിൽ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ ക്ലീനറായി കണ്ട് കയറി. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു. ഓർക്കണം, അദ്ദേഹത്തിന് തുച്ഛമായ എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹം തൂപ്പുകാരനായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അയാൾക്കൊരു പ്രൊമോഷൻ എന്ന രീതിയിൽ ആ റെസ്റ്റോറൻറ്റിൽ സപ്ലയർ ആയി കണ്ട് അയാൾ വർക്ക് ചെയ്തു. ഇങ്ങനെ സപ്ലയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ആ റെസ്റ്റോറൻറ്റിലെ കിച്ചണിൽ കുക്ക് ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പല രീതിയിലുള്ള റെസിപ്പികൾ ഉണ്ടാക്കി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ റെസിപ്പികളെല്ലാം, ചിക്കൻ്റെ റെസിപ്പികളെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആയിരുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 65 വയസ്സ് വരെ അയാൾ റെസ്റ്റോറൻറ്റിൽ സപ്ലയറും കുക്കുമൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞുകൂടി. പിന്നീട് അയാൾ വയോധികയായിരുന്ന സമയത്ത് 65 വയസ്സാകുന്ന സമയത്ത് റെസ്റ്റോറൻറ്റുകാരെന്ത് ചെയ്തു? അയാളെ പിരിച്ചുവിട്ടു. കാരണം അത്രയും വയസ്സായ ആളായില്ല. അങ്ങനെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിൽ റെസ്റ്റോറൻറ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായിട്ട് ഒരു $99 അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ആകെയുള്ള ക്യാഷ് ആ $99 മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അയാൾ ആകെ ഡിപ്രസ്ഡായി. അയാളെ സൊസൈറ്റിയിൽ നിന്നും ആകെ എല്ലാവരും തള്ളിക്കളഞ്ഞു. അങ്ങനെ ഫൈനലി അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ലാസ്റ്റ് അവസരം എന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന $99 അയാൾ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ $99 അയാൾക്ക് അറിയുന്ന ആ റെസിപ്പി ഉണ്ടാക്കൽ അയാൾ കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അതുകൊണ്ട് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് കുറച്ച് അയാളുടെ രീതിയിലുള്ള കുക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റുകൾ കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ള അയാൾ തീരുമാനിച്ചു. അങ്ങനെ 1000-ഓളം റെസ്റ്റോറൻറ്റുകളിൽ അയാൾ കയറി. ഇതെല്ലാം ചെയ്യുന്നത് 65 വയസ്സായിട്ടുള്ള ഒരു വയോധികനാണെന്ന് നിങ്ങൾ ഓർക്കണം. ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് അയാളുടെ റെസിപ്പി അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 75-ാം വയസ്സിലാണ് അദ്ദേഹം KFC ഫൗണ്ട് ചെയ്യുന്നത്. അദ്ദേഹം ഒരു മൾട്ടി മില്യണറായിട്ട് മാറി. ഇപ്പോൾ 150 കൺട്രികളിലായിട്ട് 20,000-ത്തോളം ഔട്ട്ലെറ്റിലാണ് KFC നിലകൊള്ളുന്നത്. സോ മൈ പോയിന്റ് ഈസ്, ഡു യു റിയലി ഫീൽ ലൈക്ക് ഇറ്റ്സ് ടു ലേറ്റ് ടു അച്ചീവ് യുവർ ഗോൾ?